أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ വദം 1119 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 62-63 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 62 മുതൽ 63 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഏതാനും ആയത്തുകളെ തുടർച്ചയായിട്ട് വായിച്ച് വിശദീകരിക്കുകയുണ്ടായി. 55 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളിൽ ഈ സൂറത്തിന്റെ തുടക്കത്തില് അള്ളാഹു സത്യവിശ്വാസികളുടെ ശ്രദ്ധേയമായ സവിശേഷതകളായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ വീണ്ടും ഒന്ന് ഊന്നിപ്പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും തന്നെ അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ എപ്പോഴും ജാഗ്രതയും ആശങ്കയും ഒക്കെയുള്ള ആളുകളായിരിക്കും. അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായ വിശ്വാസമുള്ളവരായിരിക്കും. അള്ളാഹുവിൽ, തങ്ങളുടെ നാഥനിൽ അവരൊരാളെയും പങ്കുകാരനെ ചേർക്കുകയില്ല. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സകലതും അവര് നന്മയുടെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ, ദൈവിക മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കും, നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയങ്ങള് ഒരു പിടപെടപ്പുള്ളതായിരിക്കും. തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടാൻ പോകുന്നവരാണല്ലോ. റബ്ബിന്റെ മുന്നിൽ കർമ്മങ്ങളുടെ പരിശോധനക്കായും വിചാരണക്കായും ഒക്കെ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ആലോചന അവരുടെ ഹൃദയങ്ങളെ വജിലത്തുള്ളതാക്കി മാറ്റും. അവരാണ് ഖൈറാത്തിന്റെ മാർഗത്തില് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് മുന്നിട്ട് പോവുക, അവരാണ് മുമ്പന്തിയിലെത്തുക, അവരാണ് മറ്റുള്ളവരെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ കാര്യമാണ് അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. സ്വാഭാവികമായും ഓരോ വ്യക്തിയും തങ്ങളുടെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ആത്മവിചാരണ, ഇതിനെ തുടർന്ന് അത്തരം ഒരു ആത്മവിചാരണയിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സത്യവിശ്വാസികളുടെ ലക്ഷണമെങ്കിൽ, അവരുടെ സവിശേഷതകളെങ്കിൽ എത്രത്തോളം അതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ
തനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നവരായിരിക്കും ഓരോ സത്യവിശ്വാസിയും. സ്വാഭാവികമായിട്ടും അയാളിൽ അത് വലിയ ഭയം ജനിപ്പിക്കാനിടയുണ്ട്. അത്തരം ഭയപ്പാടുകൾ അനുഭവപ്പെടുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ നൽകപ്പെടുന്നത്. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെയും അല്ലാഹു അയാളുടെ കഴിവിനപ്പുറത്തേക്ക് നിർബന്ധിക്കുകയില്ല. ഇതാണ് അല്ലാഹു നടത്തുന്ന ഒരു പ്രസ്താവന. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോരുത്തരുടെയും ഒരു വുസ്ഉ ഉണ്ട്, അയാളുടെ സാധ്യത, അയാളുടെ കഴിവ്, അതിന്റെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഒരാളെയും അല്ലാഹു നിർബന്ധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു നിലക്ക് വായിച്ചാൽ അല്ലാഹു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ ആർക്ക് തന്നെയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആരും ഇതിനെ വലിയ ഭാരമായിട്ടോ പ്രായോഗികമല്ലാത്തതായിട്ടോ, നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ കൂട്ടിയാൽ കൂടൂലാത്തതായിട്ടോ ഒന്നും കാണേണ്ടതില്ല. ഇതൊക്കെ വളരെ എളുപ്പം സാധിക്കുന്ന, മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു ആരെയും അവന്റെ പരിധിക്കും കഴിവിലും പെടാത്തതായ സംഗതികൾക്കായി നിർബന്ധിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, ഇതൊക്കെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അപ്പോ അത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലാഹു നൽകിയ നിർദ്ദേശങ്ങളും അല്ലാഹുവിന്റെ കൽപ്പനകളും ഒക്കെ തന്നെ പാലിക്കുക എന്നത് ഒരു വ്യക്തിയുടെയും കാര്യത്തിൽ പ്രയാസകരമായതല്ല. അത് അല്പം പ്രയത്നം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെയും അല്ലാഹു അവന്റെ കഴിവിനപ്പുറത്തേക്കുള്ളതിന് നിർബന്ധിക്കുകയില്ല. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. മാത്രവുമല്ല, എല്ലാവരുടെയും കാര്യത്തില്, ഓരോരുത്തരുടെയും കാര്യത്തില് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, വ്യക്തമായി അവ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു കിതാബ്, ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ് എന്നാണ് ഇവിടെ പറയുന്നത്. സത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പുസ്തകം ഓരോരുത്തരുടെയും കാര്യത്തിൽ നമ്മുടെ പക്കലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സകല വിചാര വികാര പ്രവർത്തനങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സകലതിനെയും രേഖപ്പെടുത്തി വെക്കുകയാണ്. അതൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഒരു പുസ്തക രൂപത്തിൽ ഉണ്ട് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. ഹഖ് യൻതിഖു എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക, ഉരിയാടുക, വെളിപ്പെടുത്തുക എന്നൊക്കെയാണ്. വലദൈന കിതാബുൻ, നമ്മുടെ പക്കൽ ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. യൻതിഖു ബിൽ ഹഖ്, സത്യം ഉരിയാടുന്ന, സത്യം വെളിപ്പെടുത്തുന്ന, സത്യം വിശദമായി പറയുന്ന. അതിന്റെ തൊട്ടു മുന്നേയുള്ള ആയത്തുമായിട്ട് അതിനെ ചേർത്ത് വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ വിചാരവികാരങ്ങളെയും അവരുടെ തോന്നലുകളെ വരെയും ആലേഖനം ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അള്ളാഹുവിന്റെ കയ്യിലുണ്ട് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. വഹും ലാ യുദ്ലമൂൻ, ആരും ഒരു അനീതിയും അക്രമവും ഏറ്റുവാങ്ങേണ്ടി വരില്ല. മനുഷ്യരിൽ ആരും തന്നെ അവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയോ
ചെയ്ത കർമ്മങ്ങളെ കാണാതെ പോവുകയോ ഒന്നുമില്ല. വഹും ലാ യുദ്ലമൂൻ, ഒരാളും തന്നെ അതിക്രമത്തിന് വിധേയമാവുകയില്ല. കാരണം ഓരോരുത്തരുടെയും സകല സംഗതികളും അള്ളാഹുവിന്റെ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അള്ളാഹുവിന്റെ കയ്യിലുള്ള ഒരു പുസ്തകം, അതിൽ സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ആളുകൾ ബൽ ഖുലൂബുഹും ഫീ ഗംറ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദ, ഈ ഒരു സംഗതിയെ കുറിച്ച് അവര് വലിയ അന്ധതയിലാണ്, ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ അജ്ഞതയിലാണ്. അവര് അവരുടെ ബോധശൂന്യതയില് അങ്ങനെ കഴിയുകയാണ്. ഇങ്ങനെ ഒരു നാള് വരാനിരിക്കുന്നു. എല്ലാവരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം ഓരോരുത്തരുടെയും കർമ്മങ്ങളും വികാര വിചാരങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു നാള് വരാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഗംറത്തിലാണ്. അതിനെക്കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ബോധമില്ല. ആശയക്കുഴപ്പവും അജ്ഞതയും അന്ധതയും ഒക്കെയാണ് ഇത് സംബന്ധമായിട്ട് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവര് ഇതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ജീവിതത്തിൽ കൊണ്ടുവരുന്നുമില്ല. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഇത് മാത്രമല്ല, ഇതിനു പുറമെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സത്യനിഷേധ നിലപാടുകൾക്ക് പുറമെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞ അവരുടെ ആ നിഷേധ നിലപാടിന് പുറമെ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, ഇത് കൂടാതെ അവരുടേതായ പ്രവർത്തനങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് നല്ല പ്രവർത്തനങ്ങളല്ല. നല്ല പ്രവർത്തനങ്ങൾ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതും അള്ളാഹുവിന്റെ വജഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതും അവന്റെ ദൂതന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതും ഒക്കെ ആയിരിക്കും. പാരത്രിക ലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കും ഓരോരുത്തരുടെയും പ്രവർത്തനം. പക്ഷെ അതിനൊക്കെ നിഷേധിക്കുന്ന ഈ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, ഇതിന്റെ ഒന്നും പ്രേരണയാലുള്ള കർമ്മങ്ങളല്ല. മറിച്ച് ഈ നിഷേധത്തിനപ്പുറത്തേക്ക്, അത് കേവലം വാക്കുകൾ കൊണ്ടോ ഹൃദയം കൊണ്ടോ ഉള്ള നിഷേധം മാത്രമല്ല, കർമ്മതലത്തില് അവരുടെ ദുഷ്ചെയ്തികളും അവർക്കായിട്ടുണ്ട്. ഹും ലഹ ആമിലൂൻ, അവരത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എപ്പോഴെങ്കിലും എന്തെങ്കിലും കർമ്മപരമായ വ്യതിചലനങ്ങളിൽ പെട്ടുപോകുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്കൊരു അടിത്തറയായിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതന്റെ ജീവിത മാതൃക അവരെ പ്രചോദിപ്പിക്കുന്നില്ല. പാരത്രിക ലോകവും അവിടെ നടക്കാനിരിക്കുന്ന വിചാരണയും ഒന്നും തന്നെ അവർക്ക് ഒന്നിനും ഒരു പ്രേരണയും ആകുന്നില്ല. അത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, നിരന്തരം അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് ഫലശൂന്യമായതും അല്ലെങ്കിൽ ദുഷ്ഫലങ്ങൾ ഉളവാക്കുന്നവയുമാണ്. അതാണ് അവർക്ക് അവരുടെ ക്രെഡിറ്റിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരെയും അവരുടെ കഴിവിനപ്പുറത്തേക്ക് ഉള്ള യാതൊന്നിനും നിർബന്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവുകളിൽ പെട്ട കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു സത്യമാർഗം അവലംബിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സന്നദ്ധരായ ആളുകൾക്കായിട്ട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആർക്കും തന്നെ ഒരു ഭാരമാവുകയും ഇല്ല. എല്ലാവർക്കും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ, പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. എന്നാൽ എത്തി നിൽക്കുന്ന അവസ്ഥ, ഈ ആളുകള് അവരുടെ ഒരു ഗംറത്തിലാണ് കഴിയുന്നത്. ആശയക്കുഴപ്പമാണ്, അന്ധതയാണ്, അവ്യക്തതയാണ്, കൃത്യമായൊരു ധാരണയില്ലാത്ത
ഒരുതരം ഹവയിലാണ് അവരുള്ളത്. അങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊന്നും ശരിയായ ഉദ്ദേശങ്ങളില്ല, നിയത്ത് ശരിയല്ല, ശരിയായ ലക്ഷ്യങ്ങളില്ല, അത് ശരിയായ ഫലങ്ങൾ ഉളവാക്കുന്നുമില്ല. അപ്പൊ ഈ നിഷേധത്തിൽ നിന്ന് സ്പ്രിങ് അപ്പ് ചെയ്യുന്ന രൂപപ്പെട്ടു വരുന്ന കർമ്മങ്ങളാണ് അവർക്കുള്ളത്. അത് അവര് നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിലവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം അവരുടെ അടിത്തറ ശരിയല്ല എന്നത് കൊണ്ട് തന്നെ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം അവരെ പിടിച്ചു നിർത്തുന്നില്ല. എപ്പോഴെങ്കിലും വല്ല അബദ്ധവും പറ്റിപ്പോയതാണ്, ഇനി മേലിലുണ്ടാവില്ല എന്നൊരു നിലപാടൊന്നും അവർക്ക് അക്കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം അതൊരു തെറ്റാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. അതിന് കാരണം അവര് അള്ളാഹുവിന്റെ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തെ ഉൾക്കൊണ്ട ആളുകളല്ല എന്നതാണ്. പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള ജീവിത മാതൃകയെ ഉൾക്കൊള്ളാത്തവരാണ്. അത് അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകള് അവരുടെ തന്തോന്നിത്തമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലവര് നിരന്തരം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ തൊട്ടു മുകളിൽ നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളില് അള്ളാഹു സത്യവിശ്വാസികളുടെ ശ്രദ്ധേയങ്ങളായ ചില പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഇവിടെ ഒരു കിതാബിനെ കുറിച്ച് പരാമർശിച്ചുവല്ലോ. വലദൈന കിതാബു യൻതിഖു ബിൽ ഹഖ് എന്ന് പറഞ്ഞു. നമ്മുടെ പക്കൽ സത്യ അധിഷ്ഠിതമായിട്ടെല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകവുമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ സംവിധാനം. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വേറെ ചില വാക്കുകളിലായിട്ട് ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. വവുദിയൽ കിതാബു, അന്ന് ആ പുസ്തകം സമർപ്പിക്കപ്പെടുന്നു. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന, അന്ന് കുറ്റവാളികൾ അങ്ങേയറ്റത്തെ നിരാശയിലും വെപ്രാളത്തിലുമായിരിക്കും. മിമ്മ ഫീഹി, ആ കിതാബിലുള്ള അതിന്റെ ഉള്ളടക്കത്തിന്റെ പേരിൽ അവർ വല്ലാത്ത വെപ്രാളത്തിലായിരിക്കും. വയഖൂലൂൻ, അവരിങ്ങനെയാണ് ആ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. യാ വൈലതന മാലി ഹാദൽ കിതാബ്, എന്തൊരു നാശം, ഇതെന്തൊരു ഗ്രന്ഥമാണ്, എന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സഗീറത്തും വലാ കബീറ, ചെറുതും വലുതുമായ യാതൊന്നും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹ, അതിൽ രേഖപ്പെടുത്തപ്പെടാത്തതായിട്ട് ചെറുതും വലുതുമായ യാതൊന്നും ഇല്ലല്ലോ, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വജദൂ മാ അമിലൂ ഹാദിറ, അവർ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ അവരുടെ കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടതായിട്ട് അവർ കാണുകയാണ്. വലാ യളിമു റബ്ബുക അഹദ, നിന്റെ നാഥൻ ഒരാളോടും ഒരു അനീതിയും ഒരക്രമവും ചെയ്യുകയില്ല. അവരുടെ മുന്നിൽ അവരുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് അരങ്ങേറുന്നത്. അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്നത് അത് അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ ചിന്തയും ഭാവനയും ഒക്കെ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതൊക്കെ തന്നെ അതിന്റെ സചിത്ര രൂപത്തിൽ രേഖപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിനുള്ള സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഒക്കെ നമ്മളുടെ തന്നെ സാധ്യതയായി വികസിച്ചു വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളെ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തില് സചിത്രമായ രൂപത്തില് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഈ കിതാബ് നിരീക്ഷിക്കുന്നതോടുകൂടി അവർക്ക് അനുഭവപ്പെടുന്ന കാര്യം. ഒരാൾക്കും തങ്ങളുടെ കർമ്മങ്ങളെ, തങ്ങളുടെ ചെയ്തികളെ നിഷേധിക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് ആ ഘട്ടത്തിൽ നൽകുന്ന അതിനുള്ള അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം
അത് രക്ഷയാകാം, ശിക്ഷയാകാം. രണ്ടായാലും അതിനെ ഏതെങ്കിലും വിധത്തിലുള്ള അനീതിയാണ്, അക്രമമാണ് എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല എന്നതാണ് ആ വെളിപ്പെടുത്തലുകളുടെ ഒരവസ്ഥ. ഇത് ഞാൻ ചെയ്തതല്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, കൺമുന്നിൽ അത് പ്രദർശിപ്പിക്കപ്പെടും. അത് അതിന്റെ അക്ഷര രൂപത്തിൽ രേഖപ്പെടുത്തതാവണമെന്നില്ല. അതിന്റെ സചിത്ര രൂപത്തില്, അതിന്റെ ഒരു ചിത്ര രൂപത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു മൂവി രൂപത്തിലോ ഒക്കെ തന്നെ അത് കാണിക്കപ്പെടാൻ ഇടയുണ്ട്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല അള്ളാഹ് എന്നോട് വലിയ ദുൽമ ചെയ്ത് കളഞ്ഞു എന്ന്, എന്നോട് അള്ളാഹു അനീതി ചെയ്തു, അക്രമം ചെയ്തു എന്നൊന്നും. ഇപ്പൊ പ്രതിഫലമാണ് ആരെങ്കിലും നൽകപ്പെടുന്നതെങ്കിൽ അതില് ആ പ്രതിഫലത്തിൽ പോരായ്ക വന്നുപോയി, തികവുണ്ടായില്ല, അള്ളാഹു കുറവ് വരുത്തി, അനീതി ചെയ്തു എന്ന് അയാൾക്ക് പറയാൻ കഴിയില്ല. അത് അത്രയും വഫായോടുകൂടി, പൂർണ്ണതയോടുകൂടി നൽകപ്പെട്ടിട്ടുണ്ടാവും. അക്രമം ചെയ്ത ആളുടെ കാര്യത്തിലാണെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം, അതിന്റെ ശിക്ഷ, അക്കാര്യത്തിലും അയാൾ ഒരിക്കലും തന്നെ അള്ളാഹു അയാളോട് അയാൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് ശിക്ഷ നൽകി എന്ന് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുകയില്ല. കാരണം ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ഗൗരവവും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിന്റെ അനന്തര ഫലങ്ങളും ഒക്കെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ടാണ് അവര് ഇതിനെ നേരിടേണ്ടി വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ കഴിയാത്ത വിഷ്വലായ തെളിവുകളാണ് അവരുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആർക്ക് പറയാൻ സാധിക്കും അള്ളാഹു എന്നോട് അക്രമം ചെയ്തു, എന്നോട് അനീതി ചെയ്തു എന്ന്? ഒരാൾക്കും സാധ്യമല്ല. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ ഇതേ ആശയം പകർന്നു തരുന്ന കുറച്ചുകൂടി വിശദാംശങ്ങളുള്ള ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇന്നലെ വായിച്ച ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെട്ട ശ്രദ്ധേയങ്ങളായ ചില കാര്യങ്ങൾ ജീവിത വിജയവും അതുപോലെ ഉന്നതവും വിശാലവുമായ സംഗതി ഉയർച്ചകളിലേക്ക് എത്തുന്നതൊക്കെ തന്നെ എന്താണ് എന്നത് ആളുകൾ ഭൗതിക ലോകത്ത് വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടമുണ്ടായാൽ, സംരംഭങ്ങൾ വിജയിച്ചാൽ, തൊഴിൽപരമായ ഉയർച്ചയുണ്ടായാൽ, സാമൂഹ്യമായ ഉയർച്ചയുണ്ടായാൽ, വലിയ പദവികളും അതുപോലെ സ്ഥാനങ്ങളും ഒക്കെ ലഭിച്ചാൽ ഇതൊക്കെയാണ് ജീവിത വിജയത്തിന്റെ അടയാളപ്പെടുത്തലുകൾ എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ മാനദണ്ഡം അതല്ല. പ്രത്യക്ഷത്തിൽ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ആരെങ്കിലും കൈവരിക്കുന്ന നേട്ടങ്ങളല്ല ജീവിത വിജയത്തിന്റെ നിദാനം അല്ലെങ്കിൽ മാനദണ്ഡം. ഇവയൊക്കെ തന്നെ ചിലപ്പോ ബന്ധപ്പെട്ട ആളുകൾക്കുള്ള കഠിനമായ പരീക്ഷണങ്ങളാവാനാണ് സാധ്യത. അള്ളാഹു നൽകിയ അത്തരം സാധ്യതകളെ കൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും തന്നെ താൻ എത്തിപ്പിടിച്ച പദവിയോ സ്ഥാനമോ അല്ലെങ്കിൽ വാരിക്കൂട്ടിയിട്ടുള്ള സമ്പത്തോ അയാൾക്ക് ഗുണകരമാണെന്ന് ഉറപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് അയാൾ എന്ത് ചെയ്തു എന്നത് തീർച്ചയായിട്ടും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഐഹിക ലോകത്തെ ജീവിതം എന്നത് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകമല്ല. ഇവിടെ വളരെ സൽക്കർമ്മികളായ ആളുകൾ, അള്ളാഹുവിന് വളരെ തൃപ്തിപ്പെട്ട ആളുകൾ, അള്ളാഹു റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിധത്തിലുള്ള ആളുകൾ പ്രത്യക്ഷത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഭൗതിക അർത്ഥത്തിലുള്ള സൗകര്യങ്ങളോ സുഖപ്രദമായ അവസ്ഥയോ ഒന്നുമല്ല വിജയത്തിന്റെ മാനദണ്ഡം.
മാത്രവുമല്ല ഇഹലോകം പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയുള്ള ഗേഹമല്ല, ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഗേഹമാണ്. ജീവിത വിജയം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓരോരുത്തരും കണ്ടെത്തുന്ന, തിരിച്ചറിയുന്ന, എന്നിട്ട് ഉൾക്കൊള്ളുന്ന സത്യവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരാള് സത്യം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ജീവിത വിജയത്തിന് നിദാനമായിട്ട് വർത്തിക്കുന്ന ഘടകം. സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നന്മ ചെയ്യാൻ പറ്റുന്നുവോ എന്നതാണ് മാനദണ്ഡം. ഭൗതിക ലോകത്ത് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന പലരും ഭൗതികമായ പല അനുഗ്രഹങ്ങളും നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതൊന്നും തന്നെ അവരിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു എന്നതിന്റെ സൂചനയല്ല. അവരെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയരാക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഠിനമായ സാഹചര്യങ്ങളിൽ വിശ്വാസികളും സൽക്കർമ്മികളും ഒക്കെ കഴിഞ്ഞുകൂടുന്ന കാണാൻ കഴിയും. അത്തരം ആളുകളുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രതിസന്ധികളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ജീവിത പരാജയമാണ് ഉണ്ടായത് എന്നൊരിക്കലും തന്നെ പറയാൻ സാധ്യമല്ല. അള്ളാഹു അവര് കൂടുതൽ പ്രതിഫലങ്ങൾക്ക് അർഹരാണ് എന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണാവസരങ്ങളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ആത്യന്തികമായ ദൈവിക വിശകലനത്തില് ഈ ആളുകൾ എത്ര ഉന്നതമായ പദവികളിലേക്ക് ഉയർന്നു പോവേണ്ടതുണ്ട് എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഈ പ്രയാസങ്ങളിലൂടെയുള്ള, അത്തരം പ്രതിസന്ധികളിലൂടെയുള്ള അവരുടെ പ്രയാണം, അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് എത്ര സഹനത്തോടെയും ക്ഷമയോടും കൂടി അവർ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഭൗതിക ലോകത്തെ ജീവിത വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് നമ്മൾ ഈ പ്രത്യക്ഷത്തിലുള്ള അടയാളങ്ങളെ പരിഗണിക്കുക എന്നത് വിശ്വാസപരമായ നമ്മുടെ ദൗർബല്യമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ആരെങ്കിലും സാമ്പത്തികമായോ തൊഴിൽപരമായോ അതുപോലെ വേറെ എന്തെങ്കിലും കാര്യത്തിലോ മികവ് കാണിക്കുന്നു എന്നത് അയാൾ വിജയിയായിരിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വിജയം വരിക്കുന്നു എന്നത് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരാള് സത്യം കണ്ടെത്തുകയും അത് ഉൾക്കൊള്ളുകയും ആ മാർഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമാണ് അത് വിജയസാധ്യത ഉള്ള ഒരു ജീവിത പാതയിലാണ് അയാൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.